നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മറയൂർ ബസ് സ്റ്റാൻഡിലാണ്. ഇന്ന് സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചു. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്തായിരുന്നു ഉദ്ഘാടനം. മൂന്നാറിൽ നിന്നും മറയൂർ മേഖലയിലേക്ക് 5 KSRTC ബസ്സുകളാണ് വരുന്നത്. ഒരു ബസ് എറണാകുളത്തു നിന്നും മറയൂർ പയസ് നഗർ വരെ എത്തുന്ന ബസ്സാണ്. മറ്റ് 4 ബസ്സുകൾ മൂന്നാർ ഡിപ്പോയിൽ നിന്നും ഉടുമൽപേട്ടയ്ക്ക് പോകുന്ന ബസ്സുകളാണ്. അത് മറയൂർ വഴിയാണ് പോകുന്നത്. അതിനാൽ ഈ മറയൂർ ഈ ഭാഗങ്ങളിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക്, സ്ത്രീ യാത്രക്കാർക്ക് ഈ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ യാത്രയെക്കുറിച്ച് ഈ ബസ്സിലെ യാത്രക്കാരോട് തന്നെ ചോദിക്കാം, അവരുടെ വാക്കുകളിലേക്ക്. സന്തോഷമായി. എന്താണ് നമുക്ക് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമാണ്. ചേച്ചിയുടെ പേരെന്താ? ഭാഗ്യലക്ഷ്മി ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങള് പൾനാടുന്നാ കയറിയ. മറയൂർ വരെയായിരുന്നു യാത്ര. ഓക്കെ, എല്ലാവർക്കും സന്തോഷമല്ലേ? ஓகே, பொள்ளாச்சியிலேருந்து வரோம். இப்போ எங்கிட்டு போகிறீங்க? பொள்ளாச்சி தான் போகிறோம். காலையில் இங்கே வேலைக்கு வந்துட்டு ஈவினிங் பொள்ளாச்சி போயிட்டுருக்கோம் சார். ஓகே. இன்னைக்கு என்னையிலேருந்து சௌஜன்ய யாத்ரா கேரளா கவர்மெண்ட் அனுமதிச்சிருக்காங்க. உங்களுக்கு எப்படி இதில் வந்துட்டு அபிப்பிராயம் எப்படி இருக்குது? ரொம்ப சந்தோஷமாக இருக்குது. நாங்களாம் ரொம்ப செலவு பண்ணி அங்கேருந்து வேலைக்காக இங்கே வர்றோம். ஒரு நாளைக்கு பஸ் பேரே ரொம்ப அதிகமாக தான். பட் இங்கேருந்து ஃப்ரீயாக அப்படின்னா ரொம்ப மனசுக்கு சந்தோஷமாக இருக்குது. எங்கிட்டு போகிறீங்க? உடுமலைப்பேட்டை. மூணாறுலேருந்து உடுமல்பேட்டை வரைக்கும் நீங்களுக்கு ஃப்ரீயாக யாத்திரை செய்யலாம். பிரியதர்ஷினி சௌஜன்ய யாத்திரை செய்யலாம். ஆனால் உங்களுக்கு அதில் என்ன அபிப்பிராயம் இருக்குது? எனக்கு நல்ல அபிப்பிராயம் தான். முக்கியமந்திரி நல்ல ஒரு ஸ்கீம் கொண்டு வந்திருக்காரு. இது போல் ஒரு முக்கியமந்திரி யாருக்கும் கிட்டில. முக்கியமந்திரி ரொம்ப இஷ்டப்பட்டு இப்போ இல்லை எப்பயும் முக்கியமந்திரி நல்ல ஒரு யாத்திரை, நல்ல ஒரு பரணம் முக்கியமந்திரி. அவங்கக்கிட்ட கேரளா கவர்மெண்ட் கிட்ட உங்களுக்கு என்ன ஏதாவது சொல்லணும்னு அவசியம் இருக்கா? அவருக்கு ரொம்ப நன்றி பறையிறோம். நன்றி அவருக்காக வேண்டி. அவங்களோட பேர் ஒன்று சொல்கிறீங்களா? அவர் விடி சதீஷன். ரொம்ப சந்தோஷமாக இருக்குது. மக்களுக்கு இப்போ லேடிஸுக்கு வந்து இவ்வளோ ஹெல்ப் பண்ணதுக்கு கேரளா கவர்மெண்ட்டுக்கு ரொம்ப நன்றி. உங்களுக்கு கேரளா கவர்மெண்ட் இந்த ஸ்திரீ சௌஜன்ய யாத்ரா போட்டதுனால எல்லா ஸ்திரீகளுக்கும் இது நல்லா இருக்கும்னு உங்களுக்கு தெரியுமில்ல. அப்போ கேரளா கவர்மெண்ட் கிட்ட உங்களுக்கு ஏதாவது சொல்ல வேண்டியிருக்கா? என்ன நாங்கள் சொல்கிறதுக்கு இருக்குது? இவ்வளோ சந்தோஷம். இப்படி லேடிஸுக்கு இந்த ஃப்ரீ பஸ் கொடுத்ததுக்கு ரொம்ப சந்தோஷம். மூணாறுலேருந்து உடுமல்பேட்டை போயிட்டு இருக்காங்க. இன்னையிலேருந்து ஸ்திரீ சௌஜன்ய யாத்ரா பிரியதர்ஷினி பஸ்ஸில் தொடங்கிட்டாங்க. ஆர்டினரி பஸ்ஸில் தொடங்கிட்டாங்க. அதை பற்றி உங்களுக்கு கேரளா கவர்மெண்ட் கிட்ட என்ன சொல்லணும்னு ஆசைப்படுறீங்க? ஒர்க்கிங் விமன்ஸுக்கு டெய்லியும் ட்ராவல் பண்ணுறவங்களுக்கு இட் வில் பி வெரி 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 ஹெல்ப்ஃபுல் மேம். தேங்க்யூ ஃபார் த ഗവൺമെൻറ് ഫോർ ഡൂയിങ് ദീസ് തിങ്സ്. പേരെന്നാ? റസീന. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. സ്വദേശം വയനാടാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. മൂന്നാറിൽ വന്ന് തിരിച്ചിട്ട് ഇങ്ങനെ പന്തല്ലൂർ ഇങ്ങനെ വന്നാണ്. ഉടുമൽപേട്ടയിൽ പോയിട്ട് പൊള്ളാച്ചി വഴി അങ്ങനെ കറങ്ങിട്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പത്തതിൽ എല്ലാവർക്കും നല്ലതാണ്. ഇന്ന് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 3-4 മാസം കഴിയുമ്പോൾ അറിയാം നന്നായിരിക്കും. അതെ, നല്ലായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും. നല്ല സന്തോഷമായി. എന്തായാലും നമുക്കൊരു ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര കേരള ഗവൺമെൻറ് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. അതിലെന്തായാലും എല്ലാ സ്ത്രീകൾക്കും തന്നെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിനോട് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ഇത് താൽക്കാലികമായിട്ട് മാത്രം ആവരുതെന്നാണ് എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും. സ്ത്രീ എന്ന നിലയിൽ ഞാനും ഇതിനെ ഉൾക്കൊണ്ട് തന്നെ പോകുന്ന ഒരാളാണ്. എനിക്കിത് കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഭരണത്തിലേറിയ ഉടനെ തന്നെ ഒരു വാക്ക് പാലിച്ചതിലും വളരെ സന്തോഷമുണ്ട്. സ്ത്രീ എന്ന നിലയിൽ സൗജന്യ യാത്ര ചെയ്യുന്നതിലും എനിക്കും വളരെ സന്തോഷമാണ്. എല്ലാ അഭിപ്രായങ്ങളും അതിനോട് യോജിച്ച് തന്നെ പോകുന്ന ഒരാളാണ്. ഏതായാലും കേരള ഗവൺമെൻറ്റിനോട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ നിൽക്കുന്നത് മറയൂർ ബസ് സ്റ്റാൻഡിലാണ്. എൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു KSRTC കിടപ്പുണ്ട്. അതിൽ ഫ്രണ്ടിൽ ഒരു ബോർഡ് പതിച്ചേക്കണത് കേരളത്തിലെ ഒത്തിരി പേരെ സന്തോഷിക്കുന്ന ഒരു ബോർഡാണ് പതിച്ചേക്കണത്. ആ ബോർഡ് നമ്മളെല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നു. പ്രിയദർശിനി ശ്രീ സൗജന്യ യാത്ര എന്ന് പറഞ്ഞുള്ള ഒരു ബോർഡ് പല KSRTCകളിൽ ഇന്ന് പതിച്ചിട്ടുണ്ട്. അപ്പം UDF ഈ കഴിഞ്ഞ ഇലക്ഷനിൽ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ 5 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്നൊരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനത്തിൻ്റെ ബലമായിട്ട് അതിൽ 5 ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തുമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്
ആ കോളേജിൽ പഠിക്കുന്നവർക്ക് 1000 രൂപ മാസ വരുമാനം കൊടുക്കുമെന്ന് പറഞ്ഞു. പലിശയില്ലാതെ ലോണ് 5 ലക്ഷം രൂപ പഠിക്കുന്നവർക്ക് സർക്കാർ കൊടുക്കുമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞ ഒരു വാഗ്ദാനത്തിൽ ഒരു 25 ലക്ഷം രൂപ. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 5 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനത്തിൽ ഇന്ന് ആദ്യത്തെ വാഗ്ദാനമായി അതിന്ന് നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെല്ലാം ആഗ്രഹിച്ചതും സന്തോഷിക്കുന്ന ഒരു വാഗ്ദാനം ഇന്ന് നിറവേറിയിട്ടുണ്ട്. KSRTCകളിൽ ഫ്രീ സൗജന്യ യാത്ര 140 കിലോമീറ്ററിന് താഴെയുള്ള യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കേരളത്തിലെ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് നടപ്പിലാക്കിയതിലുള്ള സന്തോഷം ഈ നാട്ടുകാർക്കും അതിൽ ഞാനും ഒരു പങ്കാളിയാണ്. ആ സന്തോഷം ഞാൻ ഈ ചാനലിൽ അറിയിക്കുകയാണ്. സ്ത്രീകളെ കൂടുതൽ യാത്രക്കാർ മെയിനായിട്ട് ഇത് യാത്ര എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിലും ഇതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പിന്നെ ഇവർ ഡെയിലിയുള്ള യാത്രാ ചിലവ് കൂട്ടുമ്പോഴും അവർക്ക് വളരെ എല്ലാം പാവപ്പെട്ടവരാണ് യാത്ര ചെയ്യുന്നവർ. അവരെ ജോലിക്ക് പോകുന്ന ആൾക്കാർ അവരെല്ലാം നിത്യജീവനം ഡെയിലി പൈസ ഇല്ലാത്തവരാണ്. അപ്പോൾ അത് വലിയൊരു വരുമാനം അവർക്കത്. എല്ലാവരും ഇത് 2 ട്രിപ്പ്. ഇത് ഇന്നലെ തുടങ്ങുന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് തിരിച്ച് ഉടുമ്പൽപേട്ടയിൽ നിന്ന് പോരും. 4 ട്രിപ്പ് ഇങ്ങോട്ട്, 4 ട്രിപ്പ് തേനി, 2 സൈഡിലേക്ക്. ചേട്ടൻ ഇന്ന് തുടങ്ങിയ ഈ യാത്രയിൽ സ്ത്രീകളോട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി കാണുമല്ലോ. അപ്പോൾ അവരുടെ ഒരു നമ്മളോട് സംസാരിക്കാൻ സമയമില്ല അവർക്ക്. കാരണം അവർക്ക് ഇത് വളരെ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അവർ തമ്മിൽ ഇതിന് കൂടുതൽ ആണുങ്ങളാണ് കേട്ടോ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര സപ്പോർട്ടാണ് പുരുഷന്മാർ. ഇവരെ ഭയങ്കര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം ഇത് നല്ലൊരു പരിപാടി, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഗവൺമെൻറ് ഈ പരിപാടി. ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പുരുഷന്മാർക്ക് ഇതിലൊരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ പക്ഷെ അവർക്ക് യാതൊരു പരാതിയില്ല കേട്ടോ. സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും മെച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവർ ഇതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക. കയറുന്നവരെല്ലാവരും അത് തന്നെ പറയുന്നത്. അത് വലിയൊരു ഗുണം ചെയ്തൊരു കേസാണെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം അവർക്ക് കൊടുക്കണം. കാരണം ഞാൻ ഈ റൂട്ടിൽ തന്നെ ഞാൻ 26 വർഷമായി ഈ റൂട്ടിലോടുന്നത്. ഞാൻ കണ്ടത് എല്ലാവരും പാവപ്പെട്ട ആളുകളാണ്. അതായത് നിത്യചെലവിന് പോലും വകയില്ലാത്ത ആളുകൾ ഈ വനത്തിൽ വരെ പണിക്ക് പോകുന്നുണ്ട്. അത് പ്രായം ചെന്ന് അമ്മമാർ 80 വയസ്സുള്ള ആളുകളൊക്കെ അതുങ്ങളുടെ കയ്യിലും തിരിച്ചു വരാൻ വണ്ടിക്കൂലി പോലും ഉണ്ടാവാറില്ല. ഇതൊക്കെ അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും അത് എന്നെനിക്ക് പറയാനുള്ളത്. മറയൂരിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.